Hi all, welcome to DOPA Turning Point. 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഏത് ഡിസിഷൻ എടുത്തപ്പോഴാണ് നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആയി മാറിയത് എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. സോ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് ആയിട്ടുള്ളത് ഡോപ്പയുടെ ഡയറക്ടറും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റ് നിന്ന് പഠിച്ചിറങ്ങി PGയും കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഡോക്ടർ നിയാസ് പാലോദാണ് നമ്മുടെ കൂടെ. വെൽക്കം നിയാസ്ക. താങ്ക് യു ഫോർ ദ ഇൻട്രൊഡക്ഷൻ. നിയാസ്ക, നമ്മൾ ഈ ഒരു സീരീസിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പം ആ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എടുത്ത ഏത് ഡിസിഷൻ ആണ് നിങ്ങളെ ലൈഫിലെ വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയത്? ഓക്കെ, 10ാം ക്ലാസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയ ടേണിംഗ് പോയിന്റ് തന്നെയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡിസിഷൻ എല്ലാ കുട്ടികൾക്കും കൺഫ്യൂഷനാണ്, ഞാൻ എന്ത് ഇമ്പോർട്ടൻ്റ് ആയ ഡിസിഷൻ എടുക്കണം എന്നിട്ടാണ് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. എൻ്റെ അതിലെ പേഴ്സണൽ ഒപ്പീനിയൻ ചെറുതായി ഡിഫറെൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ളതാണ് അതിലെ എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഞാനൊരു എഞ്ചിനീയർ ആവാൻ ഡിസിഷൻ എടുത്ത പേഴ്സണാണ്. അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസിഷൻ എടുത്തത് കാരണം ആ സബ്ജക്റ്റിനോട് ഇഷ്ടപ്പെടാനും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇഷ്ടപ്പെടാനും അത് നന്നായി പഠിക്കാനും ട്രൈ ചെയ്തിരുന്നു. അക്കാഡമിക്കലി ഓറിയന്റഡ് ആയി മൂവ് ചെയ്യാനും ക്ലാസ്സിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഒരു കോമ്പറ്റീഷൻ എക്സാം എഴുതാനുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ള ഒരു ഭാവം ഉണ്ടായിരുന്നു. സെയിം സാധനം തന്നെ +1 കഴിഞ്ഞ് +2 എത്തുന്ന സമയത്ത് നീറ്റിനേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഡോക്ടർ ആവാൻ പോകാനും സെയിം എന്താ പറയാ കാര്യം തന്നെയാണ് യൂസ് ആയത്. ശരിക്കും നമ്മുടെ ഉള്ളിൽ ആ ഫയർ അല്ലെങ്കിൽ പഠിക്കാനുള്ള നമ്മൾ ആ ത്രില്ല് ഏതെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിയാസ്കാന്റെ ലൈഫിൽ നിയാസ്ക 10ാം ക്ലാസ് കഴിഞ്ഞപ്പം സയൻസ് എടുത്ത് പിന്നെ അതിൽ JEE ആണ് അപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്തത്. JEE കോൺസെൻട്രേറ്റ് ചെയ്താൽ അപ്പൊ ഏത് പോയിന്റിലാണ് അപ്പൊ നീറ്റിലേക്ക് മാറിയത്? ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇൻട്രസ്റ്റ് ഡിപ്പെൻഡ് അപ്പോൺ നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല പേഴ്സൺസും പറയുമ്പോഴാണ്. എൻ്റെ സീനിയർ ആയ പേഴ്സൺ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരിക്കുന്ന അവരെ പേഴ്സണൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് കൂടുതൽ എഞ്ചിനീയറിംഗിനായി കൂടുതൽ ഇൻട്രസ്റ്റ് ആയി എനിക്ക് സെൽഫ് ഫീൽ ചെയ്തു. ആ സമയത്താണ് സ്വിച്ച് ചെയ്തത്. ഓക്കെ, അത് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞ് അപ്പം ആ ഒരു സ്വിച്ചിങ് ആണ് അപ്പൊ നിയാസ്കാന്റെ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറേണ്ടാവുക. ഞാൻ പറയുന്നത് അതായിരിക്കില്ല. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ എക്സാം എഴുതി ഒരു മേഖലയ്ക്ക് എഞ്ചിനീയറിംഗ് എടുക്കണം എന്നുള്ള ആ തീരുമാനമില്ലേ, എന്റെ ടേണിംഗ് പോയിന്റ് അതാണ്. കാരണം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഓറിയന്റഡ് ആയി പഠിക്കാൻ തുടങ്ങിയത്. തീരുമാനങ്ങൾ അതിന് ശേഷം മെഡിക്കലിൽ നിന്ന് എഞ്ചിനീയറിംഗിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ JEE എടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് എന്റെ ടേണിംഗ് പോയിന്റ്. ഓക്കെ, എക്സാക്ട്ലി. സോ ഇതേപോലെ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് ടേണിംഗ് പോയിന്റ്സ് എവിടെ വെക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സീരീസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ആൻഡ് ഇതേപോലത്തെ കുറെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരും. സീ യു സൂൺ. താങ്ക് യു.